ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. HSA എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു മാരത്തോൺ സെഷനിലോട്ട് സ്വാഗതം. നമ്മൾ മെത്തഡോളജിയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ചെയ്ത് കഴിഞ്ഞു. കൂടെ തന്നെ മോക്ക് ടെസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സെപ്പറേറ്റ് ആയിട്ടും മെത്തഡോളജിയുടെ മാത്രമായിട്ടും നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ 200+ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ജനറൽ പേപ്പർ മൊത്തത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മെത്തഡോളജി പാർട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു മാരത്തോൺ സെഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഒത്തിരി കൂട്ടുകാർ ചോദിച്ചതായിരുന്നു ഇതുപോലെ ഒരു മാരത്തോൺ ആയിട്ടുള്ള വരുന്ന ഒരു മോക്ക് ടെസ്റ്റ്, മൊത്തത്തിൽ നമ്മുടെ സിലബസ് കവർ ചെയ്ത് വരുന്നൊരു മോക്ക് ടെസ്റ്റ്. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 100+ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ ഇന്നത്തെ സെഷനിലോട്ട് പോവുകയാണേ. അസേർഷൻ റീസൺ ടൈപ്പാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ടീച്ചർ ഷുഡ് റെസ്പെക്ട് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എമംഗ് ലേണേഴ്സ് ആൻഡ് അഡാപ്റ്റ് ദെയർ ടീച്ചിങ് ടു കാറ്റർ ദ നീഡ്സ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. ഇതാണ് അസേർഷനായിട്ട് തന്നിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ റീസൺ നോക്കൂ. കൊളാബറേഷൻസ്, ഗ്രൂപ്പ് വർക്ക്സ് ആൻഡ് ഇൻറ്ററാക്ഷൻ എമംഗ് സ്റ്റുഡൻസ് ഷുഡ് ബി അവോയ്ഡഡ് വൈൽ ടീച്ചിങ് എ ക്ലാസ് ഓഫ് ഡൈവേഴ്സ് ലേണേഴ്സ്. സോ ഇതിൽ ഓപ്ഷൻസ് ഞാൻ വായിക്കില്ല. ചൂസ് ദി കറക്റ്റ് ഓപ്ഷനാണ്. എ പറഞ്ഞതിൻ്റെ കറക്റ്റ് റീസൺ തന്നെയാണ് താഴെ തന്നെ നോക്കുക. നോക്കിയിട്ട് നിങ്ങളൊരു ആൻസറിലോട്ട് എത്തുക കേട്ടോ. കിട്ടിയോ? അപ്പോൾ നമുക്ക് നോക്കാം. ടീച്ചർ ഷുഡ് റെസ്പെക്ട് ദി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എമംഗ് ലേണേഴ്സ് ആൻഡ് അഡാപ്റ്റ് ദെയർ ടീച്ചിങ് ടു കാറ്റർ ദ നീഡ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. ഈ പറഞ്ഞ അസേർഷൻ ശരിയാണ് അല്ലേ? അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ റെസ്പെക്ട് ചെയ്യണം. എമംഗ് ദ ലേണേഴ്സ് ഷുഡ് ബി റെസ്പെക്റ്റഡ് ആൻഡ് അവർക്കനുസരിച്ച് അവരുടെ നീഡ്സിനനുസരിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് അഡാപ്റ്റ് ചെയ്യണം. കറക്റ്റ് ആയിട്ടുള്ള ഒരു അസേർഷനാണ്. ദെൻ റീസൺ നോക്കൂ. കൊളാബറേഷൻ, ഗ്രൂപ്പ് വർക്ക്, ഇൻറ്ററാക്ഷൻ എമംഗ് സ്റ്റുഡൻസ് ഷുഡ് ബി അവോയ്ഡഡ് വൈൽ ടീച്ചിങ് എ ക്ലാസ് ഓഫ് ഡൈവേഴ്സ് ലേണേഴ്സ്. അപ്പോൾ ഇത് ശരിയാണോ? ഇത് ഒരിക്കലും ശരിയല്ല കേട്ടോ. അപ്പോൾ ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കൊളാബറേഷനും ഗ്രൂപ്പ് വർക്ക് ആക്ടിവിറ്റീസ് എല്ലാം ബെനിഫിഷ്യൽ ആയിട്ടാണ് വരുന്നത്. സോ നമുക്കിതിൻ്റെ റീസൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഈ തന്ന രണ്ടാമത്തേത് എന്ന് പറയുന്നത് തെറ്റുമാണ് കേട്ടോ. സോ ആൻസർ എന്ന് പറയുന്നത് എ ഈസ് ട്രൂ. എ ശരിയാണ്. പിന്നെ എന്താണ്? ആർ എന്ന് പറയുന്നത് ഫോൾസ് ആണ് എന്നുള്ളതാണ് കേട്ടോ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Arrange the following teaching process in order. Relate the present knowledge with previous one. Evaluation, reteaching, formulating instructional objectives, presentation of instructional materials. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ആദ്യം വരും ഏതൊക്കെ രണ്ടാമത് വരും എന്നുള്ള കാര്യം നിങ്ങൾ നേരെ നോക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ ആൻസർ നോക്കാം നമുക്ക്. അപ്പോൾ അത് നമുക്കൊന്ന് സ്റ്റെപ്പ് നോക്കാം അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് വരേണ്ടത്? ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ദെൻ സെക്കൻഡ് എന്തായിരിക്കും? കുട്ടികളുടെ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യണം. സോ റിലേറ്റ് ദ പ്രസൻറ്റ് നോളജ് വിത്ത് പ്രീവിയസ് വൺ. പ്രീവിയസ് നോളജ് കുട്ടികളുടെ ചെക്ക് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? പ്രസൻറ്റേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ. നമ്മുടെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ പ്രസൻറ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഇവാലുവേഷൻ എന്നുള്ള പ്രോസസ്സാണ് വരുന്നത്. ദെൻ ഓൺ ദ ബേസ് ഓഫ് ദ ഇവാലുവേഷൻ നമ്മൾ എന്തെങ്കിലും റീടീച്ച് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇതല്ലേ കറക്റ്റായിട്ട് വരുന്നൊരു ഓർഡർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് വരിക അല്ലേ? അപ്പോൾ നാലാമത്തെയാണ് ഫസ്റ്റ് വേ. ഫോർമുലേറ്റിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അതും ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ദെൻ റിലേറ്റ് ദ പ്രസൻറ്റ് നോളജ് വിത്ത് ദ പ്രീവിയസ് വൺ. ദെൻ പ്രീവിയസ് നോളജുമായിട്ട് നമ്മുടെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ പ്രസൻറ്റ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷമാണ് ഇവാലുവേഷൻ വരുന്നു. ദെൻ റീടീച്ചിങ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? തന്ന ഈ ഓപ്ഷനിൽ ഇത് തന്നെയാണ് റൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഈ അടുത്ത് നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുഡ് ടെസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും വരിക? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ? നമുക്കറിയാം റിലയബിലിറ്റി വേണം, ഒബ്ജക്റ്റിവിറ്റി വേണം, വാലിഡിറ്റി. ഇതെല്ലാം തന്നെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റൊക്കെ ഏത് ടെസ്റ്റിനും ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നതാണ്. ദെൻ വരാത്തത് ഏതാണ് ഇതിൽ വരുന്നത്?
ആംബിഗ്വിറ്റി എന്ന് പറയുന്നതാണ് വരാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ എബിലിറ്റി ടു തിങ്ക് on one's own thinking process is called. The ability to think on one's own thinking process is called. എന്താ പറയുക, വിളിക്കുന്ന പേരാണ് വൺസ് ഓൺ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. മെറ്റാകോഗ്നീഷൻ ആണ്. മെറ്റാകോഗ്നീഷൻ അല്ലെങ്കിൽ തിങ്കിങ് അബൌട്ട് തിങ്കിങ് എന്ന് ചോദിച്ചാലും അത് എന്താണ്, മെറ്റാകോഗ്നീഷൻ തന്നെയാണ് കേട്ടോ. Then students learn best by options നോക്കുക. meaningful engagement with context, passively following verbal instruction of teachers, copying and imitating actions of others, rote memorizing the given content. Student learn best by എന്തായിരിക്കും, meaningful engagement അല്ല, meaningful engagement with the കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് മീനിങ്ഫുൾ എൻഗേജ്മെൻറ്റിലാവുന്ന സമയത്താണ് കുട്ടികൾ നന്നായിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. സോ ഇതാണ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്ലാസ് റൂം വിത്ത് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എ ടീച്ചർ ഷുഡ്, ഒരു ടീച്ചർ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ആൻഡ് സെലിബ്രേറ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ദെൻ ട്രൈ ടു റെഡ്യൂസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഇഗ്നോർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, കൺസിഡർ ഡിഫറൻസസ് ആസ് ദി പ്രൈമറി ഒബ്സ്റ്റക്കിൾ ഇൻ ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ലേണിംഗ്. ഏതായിരിക്കും വേണ്ടത്? ഇൻ എ ക്ലാസ് റൂം വിത്ത് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എ ടീച്ചർ ഷുഡ് എന്തായിരിക്കണം? അഡ്വക്കേറ്റ് ആൻഡ് സെലിബ്രേറ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് പ്രപ്പോസ്ഡ് ഇൻ ഹവാർഡ് ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്? ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ബോഡിലി കിനെസ്തെറ്റിക് ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മുടെ ഗാർഡനർ തിയറിയിൽ വരാത്തൊരു ഇൻ്റലിജൻസ് ഏതാണ്? ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ച് ഈസ് ഇൻ ലൈൻ വിത്ത് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ? School should account for each student's personal needs and interests. Emphasis should be given on instructions through lectures only. All the students should meet the uniform standard by the teacher. Students should be provided with extrinsic motivation to learn for exams. അപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിളുമായിട്ട് വരുന്നത് പറഞ്ഞതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? സ്കൂൾ ഷുഡ് അക്കൗണ്ട് ഫോർ ഈച്ച് സ്റ്റുഡൻറ്റ് പേഴ്സണൽ നീഡ്സ് അല്ലേ. നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്, കുട്ടികളുടെ പേഴ്സണൽ നീഡ്സും ഇൻട്രസ്റ്റിനും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബേസ്ഡ് ഓൺ ലൈവ് വൈഗോട്സ്കി തിയറി ഓഫ് കൊഗ്നീറ്റീവ് ഡെവലപ്മെൻറ്റ്? അപ്പോൾ വൈഗോട്സ്കിയുടെ കൊഗ്നീറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്ക് ഓപ്ഷൻ ഫസ്റ്റ് നമുക്ക് കിട്ടിയ റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ റിവിഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ കുറച്ച് സംഭവങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ റെസിപ്രോക്കൽ ടീച്ചിങ്, ZPD എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ വൈഗോട്സ്കിയുടെ ആണ് അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യനോട് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ HSA ഇംഗ്ലീഷ് എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് മോഡൽ എക്സാമിൻ്റെ സെറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ പ്രപ്പോസ്ഡ് ദാറ്റ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് പ്ലേ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ട്രാൻസ്ഫോമിംഗ് ബേസിക് മെൻറ്റൽ കപ്പാസിറ്റീസ് ഇൻ ടു ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്സസ്? അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ അവിടുത്തെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി അല്ലേ. ഏതാണ്? ലൈവ് വൈഗോട്സ്കി ആണ് സോഷ്യൽ ഇൻട്രാക്ഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. According to Jean Piaget, basic building blocks of thinking, which are organized system of action or thought that allow us to mentally represent the objects and events in our world, are called. അപ്പോൾ ഇത്രയൊന്നും പറയണ്ട അല്ലേ. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റിയിട്ടുണ്ടാവും. എന്താണ്? നമ്മുടെ സ്കീമയാണ് വരുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് പെർസ്പെക്റ്റീവ് വ്യൂസ് ചിൽഡ്രൻ. അപ്പോൾ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ആസ് പാസീവ് റിസീവർ ഓഫ് ഇൻഫർമേഷൻ ആണോ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ സോഷ്യോ കൾച്ചറൽ കണ്ടന്റ് ആണോ, ആസ് ആക്റ്റീവ് കൺസ്ട്രക്ടർ ഓഫ് നോളജ് ആണോ, ആസ് പ്രീ പ്രോഗ്രാംഡ് ബൈ ഹെറിഡിറ്റി ആണോ? അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുമ്പോൾ ആസ് ആക്റ്റീവ് കൺസ്ട്രക്ടർ ഓഫ് നോളജ് തന്നെയാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ.
ഇനി അടുത്ത് നോക്കൂ. മിസ് റീന ഹാസ് ഡെവലപ്ഡ് എ ടൂൾ ടു റെക്കോർഡ് ദ ബിഹേവിയേഴ്സ് ഓഫ് ഹെർ സ്റ്റുഡൻസ് സച്ച് ആസ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ് ആക്ടിവിറ്റീസ്, കംപ്ലീഷൻ ഓഫ് അസൈൻമെൻറ്റ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, റെഗുലാരിറ്റി എക്സെട്ര. ദ ടൂൾ വിൽ ഗിവ് ഹെർ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ആബ്സെൻസ് or presence of those behavior during the observation. The tool Miss Reena has developed is an example of. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. മിസ് റീന ഹാസ് ഡെവലപ്ഡ് എ ടൂൾ ടു റെക്കോർഡ് ദ ബിഹേവിയർ ഓഫ് ഹെർ സ്റ്റുഡൻസ് സച്ച് ആസ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ് ആക്ടിവിറ്റീസ്, കംപ്ലീഷൻ ഓഫ് എസ്സേ. അപ്പോൾ മിസ് റീന ഒരു ടൂള് സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ബിഹേവിയർ, അതായത് ക്ലാസ് ആക്ടിവിറ്റീസ് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്, ദെൻ അസൈൻമെൻറ്റ് കംപ്ലീഷൻ എങ്ങനെയാണ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസിൽ കുട്ടികൾ എങ്ങനെയാണ്, റെഗുലാരിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദ ടൂൾ വിൽ ഗിവ് ഹെർ ഇൻഫർമേഷൻ ഇൻ ഫോം ഓഫ് ആബ്സെൻസ് ഓർ പ്രസൻസ് ഓഫ് ദോസ് ബിഹേവിയർ ഡ്യൂറിങ് ദ ഒബ്സർവേഷൻ. ടീച്ചർ ഒബ്സർവേഷനിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നാണ് ടീച്ചറെ നോട്ട് ചെയ്യുന്നത് കേട്ടോ. സോ ദ ടൂൾ മിസ് റീന ഹാസ് ഡെവലപ്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ ഇത് ഏതിൻ്റെ ഒരു എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്? ക്യുമുലേറ്റീവ് റെക്കോർഡാണോ, ചെക്ക് ലിസ്റ്റ് ആണോ, അനക്ഡോട്ടൽ റെക്കോർഡാണോ, റേറ്റിംഗ് സ്കെയിലാണോ? ആൻസർ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്, ചെക്ക് ലിസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെക്ക് ലിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ക്ലാസ് ആക്ടിവിറ്റീസ് എഴുതുന്നു, ദെൻ അസൈൻമെൻറ്റ് കംപ്ലീഷൻ ഒക്കെ എഴുതുന്നു, ദെൻ കുട്ടീനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കുട്ടി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഇടുന്നു, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇൻറ്റു മാർക്ക് ഇടുന്നു. ദാറ്റ് മീൻസ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ചെക്ക് ലിസ്റ്റ് ആണ് അല്ലേ. കിട്ടിയല്ലോ. ഇനി അടുത്ത് നോക്കുക. അക്കോർഡിംഗ് ടു ലെവ് വൈഗോട്സ്കി, ഡാഷ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്. വൈഗോട്സ്കിയുടെ അഭിപ്രായ പ്രകാരം ഡാഷ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ഹയർ കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇക്വിലിബ്രേഷൻ ആണോ, ലാംഗ്വേജ് ആണോ, ഓർഗനൈസേഷൻ ആണോ, അഡാപ്റ്റേഷൻ ആണോ? അപ്പോൾ വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മൾ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇക്വിലിബ്രേഷനും ഓർഗനൈസേഷനും അഡാപ്റ്റേഷനും എല്ലാം വരുന്ന പിയാഷയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. സോ ഇവിടെ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ രണ്ടാമത്തെയാണ്, ലാംഗ്വേജ് ആണ്. ശരിയല്ലേ. അപ്പോൾ ഇനി അടുത്തതിലോട്ട് പോവാം. വൈൽ ഫെസിലിറ്റേറ്റിംഗ് ദ ലേണിംഗ് ഓഫ് എ ന്യൂ കൺസെപ്റ്റ് എ ടീച്ചർ ഷുഡ് എന്ത് ചെയ്തെന്ന് നോക്കുക. ഇഗ്നോർ സോഷ്യൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റുഡൻസ്, പ്രസന്റ് ഇൻഫർമേഷൻ ഇൻ ഡിസ്കണക്റ്റഡ് ചങ്ക്സ്, ഇഗ്നോർ പ്രീവിയസ് നോളജ് ഓഫ് സ്റ്റുഡൻസ്, റിലേറ്റ് ന്യൂ ഇൻഫർമേഷൻ വിത്ത് പ്രയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റുഡൻസ്. ഒരു പുതിയൊരു കൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ എന്തായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? എന്തായിരിക്കണം? ഓപ്ഷൻ നാലാമത്തെ തന്നെയാണ്, റിലേറ്റ് ന്യൂ ഇൻഫർമേഷൻ വിത്ത് പ്രയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ ആ പ്രീവിയസ് നോളജുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ദ ഫോം ഓഫ് അസസ്മെൻറ്റ് ഇൻ സ്കൂൾ ഷുഡ് ഷിഫ്റ്റ് ഫ്രം ഡാഷ് ടു ഡാഷ്. അപ്പോൾ NEP 2020 ദ ഫോം ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരേണ്ടത്? ഫോർമേറ്റീവ് ടു സമ്മേറ്റീവ് ആണോ, സമ്മേറ്റീവ് ടു ഫോർമേറ്റീവ് ആണോ, ലേണിംഗ് ടു റോട്ട് മെമ്മറൈസേഷൻ ആണോ, ദെൻ ഫ്ലെക്സിബിൾ അപ്രോച്ചസ് ടു റിജിഡ് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് ആണോ? ഒരു ഡൗട്ടും വേണ്ട. എന്താണ് ഫോർമേറ്റീവ് ടു സമ്മേറ്റീവ്? അപ്പോൾ ഫോർമേറ്റീവ് ടെസ്റ്റുകൾ നടത്തുന്നു, അതിലൂടെ കുട്ടികളുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ റെമഡിയൽ ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനുശേഷം ഒരു സമ്മേറ്റ് ആ ഒരു രീതിക്ക് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ റോട്ട് മെമ്മറൈസേഷനോ അല്ലാതെ ഈ റിജിഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് ഒന്നും ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. ആൻസർ ഒന്നാമത്തെ ഫോർമേറ്റീവ് ടു സമ്മേറ്റീവ് എന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, അറ്റ് വിച്ച് സ്റ്റേജ് ചൈൽഡ് ഡെവലപ്സ് ഹൈപ്പോതെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിംഗ് ആൻഡ് സയൻറ്റിഫിക് തിങ്കിങ് ബിഗിൻസ് ടു എമേർജ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ സയൻറ്റിഫിക് തിങ്കിങ് ആൻഡ് ഹൈപ്പോതെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? അത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരിക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിഷ ക്യാൻ ഡിറ്റക്ട് and respond appropriately to the moods of her friends and family members and wishes to become a psychotherapist. Which kind of intelligence she possesses and should further develop? Naturalistic intelligence, fluid intelligence, spatial intelligence, interpersonal intelligence. ഏതായിരിക്കും വരിക? ഓപ്ഷൻ നാലാമത്തെ തന്നെയാണ് അല്ലേ, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നിഷയ്ക്ക് മറ്റു ഫ്രണ്ട്സിൻ്റെ മൂഡ് മറ്റു കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാനും അതിനനുസരിച്ച് മൂവ് ചെയ്യാനും പറ്റുന്നു. ആൻഡ് ബിക്കം വിഷസ് കുട്ടിയുടെ വിഷ് എന്ന് പറയുന്നത് സൈക്കോതെറാപ്പിസ്റ്റ് ആവുക എന്നുള്ളതാണ്. സോ ഏത് ടൈപ്പ് ഇൻ്റലിജൻസ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും മറ്റുള്ളവരായിട്ട് ഫ്രണ്ട്സുകളായിട്ടൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ അത് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇല്ലസ്ട്രേറ്റ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് അപ്രോച്ച്? അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് അപ്രോച്ചിൽ വരാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
റോട്ട് മെമ്മറൈസേഷൻ ആൻഡ് വെർബൽ റീകോൾ എന്നാണ്. ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ്, മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻസ്, ലേണിംഗ് അറ്റ് ഇൻഡിവിജ്വൽ പേസ്. ഓക്കെ, ഇപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് അപ്രോച്ചിൽ പെടാത്തത് ഏതാണ് വരിക? അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ തന്നെയാണ് റോട്ട് മെമ്മറൈസേഷൻ ആൻഡ് വെർബൽ റീകോൾ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൊളാബറേറ്റീവ് ലേണിംഗും അതുപോലെ മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻസും ലേണിംഗ് അറ്റ് ഇൻഡിവിജ്വൽ പേസ് എല്ലാം നമുക്ക് വേണമെങ്കിൽ എന്താ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ പറയാൻ പറ്റുന്നത്. പക്ഷേ റോട്ട് മെമ്മറൈസേഷൻ ഒരിക്കലും നമ്മുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ ഉൾപ്പെടുന്നതല്ല കേട്ടോ. അടുത്ത് നോക്കാം. ചിൽഡ്രൻ ലേൺ മോസ്റ്റ് മീനിങ് ഫുള്ളി through lectures and direct instruction by repeated mechanical practice when they are actively engaged in tasks and activities. Appropriate rewards are offered at every step in completion of the task. Children learn most meaningfully എപ്പോഴായിരിക്കും? when they are actively engaged in tasks and activities ആണ് അല്ലേ. Next question. National Educational Policy 2020 lays emphasis on learning for exams, rote learning, practice and drill, conceptual understanding. NEP 2020 lays emphasis on എന്താണ്? conceptual understanding ആണ്. ഇനി an example of pedagogical strategy that would promote meaningful learning is regular individual competitions ആണ്, use of verbal punishment, uniform rigid structured curriculum, focusing on assessment for learning and rather than only assessment of learning. ഇപ്പോൾ ഒരു പെഡഗോഗിക് സ്ട്രാറ്റജി ദാറ്റ് പ്രൊമോട്ട് മീനിങ് ഫുൾ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഈ താഴെ തന്നതിൽ ഏതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷനാണ് കേട്ടോ. ദാറ്റ് മീൻസ് ഫോക്കസിങ് ഓൺ അസസ്മെൻറ്റ് ഫോർ. അപ്പോൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ആണ്, ഡ്യൂറിങ് ദി ലേണിംഗ് പ്രോസസ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. റാദർ ദാൻ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ദാറ്റ് മീൻസ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സമ്മേറ്റീവ് ആണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? മെയിനായിട്ട് ഈ പറഞ്ഞ ഫോർ ലേണിങ്ങിന് ഫോക്കസ് ചെയ്ത് പോകണം അല്ലേ. അതായത് ലാസ്റ്റ് കിട്ടുന്ന ഒരു സമ്മേറ്റീവിലോട്ട് മാത്രം പോവാതെ കുട്ടികൾക്ക് ഒരു മീനിങ് ഫുൾ ആണ്, കുട്ടി എത്രത്തോളം കുട്ടിക്ക് എന്തെങ്കിലും ഏത് ഭാഗത്താണ് പ്രശ്നം എന്നുള്ള കാര്യം കറക്റ്റ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിന് ഫോക്കസ് ചെയ്യണം. ഓക്കെ അല്ലേ. സോ ഫോക്കസ് ഓൺ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് റാദർ ദാൻ ഓൺലി അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്നുള്ള റൈറ്റ് ആൻസർ. അടുത്തത് നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ZP ഡിസോർഡർ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ബൈ വൈഗോട്സ്കി ആണ് അല്ലേ. ഇനി വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ലേസ് ഔട്ട് ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ലൈവ് വൈഗോട്സ്കി തിയറി. അപ്പോൾ ലൈവ് വൈഗോട്സ്കി തിയറിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെടുന്നത് ഏതാണെന്നാണ്? ലേണിംഗ് ഈസ് ആൻ അൺകോൺഷ്യസ് പ്രോസസ് ആണോ? ലേണിംഗ് ഈസ് എ സോഷ്യൽ ആക്ടിവിറ്റി ആണോ? ലേണിംഗ് ഈസ് ജനറ്റിക്കലി പ്രോഗ്രാംഡ് ആണോ? ലേണിംഗ് ഈസ് ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ 4 stages ആണോ? ഏതായിരിക്കും? ലേണിംഗ് ഈസ് എ സോഷ്യൽ ആക്ടിവിറ്റി, സോഷ്യൽ ഇൻട്രാക്ഷന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തതാണ് അല്ലേ. സോ ലേണിംഗ് ഈസ് എ സോഷ്യൽ ആക്ടിവിറ്റി ആണ് ഇദ്ദേഹത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളുമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തൊരു അസേഷനും റീസണും നോക്കൂ. ടീച്ചർ ഷുഡ് എൻകറേജ് ഡിബേറ്റ്സ്, ഡിസ്കഷൻസ് ആൻഡ് കൊളാബറേഷൻസ് എമംഗ് സ്റ്റുഡൻസ്. റീസൺ നോക്കൂ. നോളജ് പ്രൊഡക്ഷൻ ഈസ് ആൻ ഇനാക്റ്റീവ് പ്രോസസ് ആൻഡ് എൻഗേജ്മെൻറ്റ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഹിൻഡേഴ്സ് മീനിങ് ഫുൾ ലേണിംഗ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത് നോക്കൂ. അപ്പോൾ ആൻസർ നോക്കൂ. നമുക്കറിയാം ടീച്ചിങ് ഷുഡ് എൻകറേജ് ഡിബേറ്റ്സ്, ഡിസ്കഷൻ, കൊളാബറേഷൻ എമംഗ് സ്റ്റുഡൻസ്. ശരിയാണ്. അപ്പോൾ ടീച്ചർ ഷുഡ് എന്ത് ചെയ്യണം? ഡിബേറ്റ്സും ഡിസ്കഷനും കൊളാബറേഷൻസ് എല്ലാം നമ്മൾ എൻകറേജ് ചെയ്യണം. അതേ സമയത്ത് അടുത്ത റീസൺ നോക്കൂ. ഒരു ബന്ധവുമില്ല റീസൺ. ദെൻ ആൻഡ് ഓൾസോ ഇതിൽ പറയുന്നുണ്ട് ലേണിംഗ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നോളജ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നോളജ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ് ഒരിക്കലും അല്ല അല്ലേ. നോളജ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടൊരു പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. സോ എൻഗേജ്മെൻറ്റ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഹിൻഡേഴ്സ് മീനിങ് ഫുൾ. നോക്കൂ, നമ്മൾ കുട്ടികൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നത് ഒരിക്കലും മീനിങ് ഫുൾ ലേണിംഗ് ഹിൻഡർ അല്ല ചെയ്യുന്നത്, അത് ഫെസിലിറ്റേറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലേണിങ്ങിനെ അവർക്ക് പ്രൊമോട്ട് ചെയ്യണം. സോ അവരെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഒരിക്കലും അത് ഹിൻഡേഴ്സ് തടസ്സപ്പെടുത്തുന്നില്ല കേട്ടോ. സോ ഈ ഒരു ആർ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നേക്കുന്നത്. സോ ഈ പറഞ്ഞതിൽ നോക്കുകയാണെങ്കിൽ എ ഈസ് ട്രൂ ആണ്, ബട്ട് ആർ ഈസ് ഫോൾസ് എന്നതിലേക്ക് നമുക്ക് പോകാം. ശരിയല്ലേ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചിങ് ലീഡ്സ് ടു ഡാഷ് ലേണിംഗ് ബൈ സ്റ്റുഡൻസ്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? മീനിങ്ലെസ് ലേണിംഗ് ബൈ സ്റ്റുഡൻസ് ആണോ? റോട്ട് ലേണിംഗ് ബൈ സ്റ്റുഡൻസ് ആണോ? റിസെപ്റ്റീവ് ലേണിംഗ് ബൈ സ്റ്റുഡൻസ് ആണോ? ഡിസ്കവറി ലേണിംഗ് ബൈ സ്റ്റുഡൻസ് ആണോ? നമുക്കറിയാം മീനിങ്ലെസ് ആവില്ല, റോട്ട് ആവില്ല, റിസെപ്റ്റീവ്സോ. ഇങ്ങനെ സെൻറ്റൻസ് കംപ്ലീറ്റ് ജസ്റ്റ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം മാച്ച് എല്ലാം ഫുള്ളായിട്ട് നിങ്ങളൊന്ന് വായിച്ച് പോവുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഡിസ്കവറി ലേണിംഗ് ബൈ സ്റ്റുഡൻസ് എന്നുള്ള കറക്റ്റ് കേട്ടോ. കിട്ടിയല്ലോ. ഇനി അടുത്തതിലോട്ട് പോവാണേ.
Viru, a 6th standard student, shows extraordinary performance in drawing figures and making models of building. Based on Howard Gardner's multiple intelligence theory, which type of intelligence is mentioned here? Naturalistic intelligence, bodily kinesthetic intelligence, logical mathematical intelligence, visual spatial intelligence. അപ്പം മേക്കിംഗ് മോഡൽസ് ഓഫ് ബിൽഡിങ്ങിൻ്റെ മോഡൽസ് മേക്ക് ചെയ്യാനും ഫിഗേഴ്സ് ഡ്രോ ചെയ്യാനൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവ് വീരു എന്ന് പറയുന്ന 6th സ്റ്റാൻഡേർഡ് കുട്ടിക്കുണ്ടെങ്കിൽ ആസ് പെർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി കുട്ടിക്ക് എന്തുണ്ട്? വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ത്രൂ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ചിൽഡ്രൻ ഡെവലപ്പ് ഇൻക്രീസിംഗ്ലി സം അഡ്വാൻസ്ഡ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് സ്കീമാസ് ഓവർ ടൈം. ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് ഇക്വിലിബ്രേഷൻ. ദീസ് ആർ മെൻഷൻഡ് ബൈ. ഇത് ഇങ്ങനെ പറഞ്ഞ അസിമുലേഷൻ അക്കോമഡേഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കി ഒന്നും നോക്കണ്ട അല്ല. ആരെയാണ്? പിയാഷയുടെ ഒരു വാക്കുകളാണ്, അല്ലെങ്കിൽ പിയാഷയുടെ തിയറിയിൽ പറയുന്ന സംഭവമാണ് അല്ലേ. ഇനി നോക്കൂ. നേഹ ടീച്ചർ ഗേവ്സ് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് ടു കോംപ്രഹെൻഡ് 5+3 = 8 in the class. At the end, one student, Mia, asked, then 8 - 3 = 5. Is it, teacher? In which stages of cognitive development proposed by Jean Piaget is Mia now? അപ്പോൾ നേഹ ടീച്ചർ കുറേ വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് കൊടുക്കുകയാണ് 5+3 = 8 എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ അതേ സമയത്ത് മിയ ചോദിക്കുന്നുണ്ട്, അപ്പോൾ 8 - 3 5 അല്ലേ ടീച്ചർ എന്ന് ചോദിക്കുന്നു. ദാറ്റ് മീൻസ് ആ കുട്ടി ഇപ്പോൾ ഏത് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ടാണ് ഇവിടെ വർക്ക് ആവുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പിയാഷയും ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക, ഏതൊക്കെ സ്റ്റേജിലാണ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വരുന്നത് ഏത് സ്റ്റേജിലാണ്, ഒബ്ജക്റ്റ് പെർമനൻസ് വരുന്നത് ഏത് സ്റ്റേജിലാണ്, റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട് വരുന്നത് ഏത് സ്റ്റേജിലാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റിസ്റ്റ് മുമ്പുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിച്ചാണ്. ഇതൊക്കെ ആബ്സ്ട്രാക്റ്റ് ആയിട്ട് ലോജിക്കൽ തിങ്കിങ് എല്ലാം വരുന്നത് എവിടെയാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചാൽ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമിൽ എന്താ നമുക്കറിയാം, ആകെ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മെത്തഡോളജി ഭാഗത്തുനിന്നുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ എല്ലാം എക്സാമിന് വരാൻ സാധ്യതയുള്ള മാക്സിമം എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരു മാർക്ക് അത്രയും വിലപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടാവുന്നതേ ഉള്ളൂ ഒരു 5 മാർക്ക് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഫോക്കസസ് ഓൺ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡെഫിഷ്യൻസീസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ലേണർ. അപ്പോൾ ഡെഫിഷ്യൻസി ഡിഫിക്കൽട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ് അല്ലേ. ഇനി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ റെഫേഴ്സ് ടു daily evaluation of students development ആണ്. a system of regular evaluation of students that covers all aspects of students development. regular evaluation of all students in a class, none of these. അപ്പോൾ CC എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നും വേണ്ട, അവിടെ all aspects of students development കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആൻസർ ആയില്ല. a system of regular evaluation of students that covers all aspects of students development എന്നുള്ളതാണ്. അടുത്ത നോക്കൂ. എ ടീച്ചർ കളക്ട് ആൻഡ് റീഡ് ദ വർക്ക് ഓഫ് ദ ക്ലാസ്, ദെൻ പ്ലാൻസ് ആൻഡ് അഡ്ജസ്റ്റ് ദ നെക്സ്റ്റ് ലെസൺ ടു മീറ്റ് സ്റ്റുഡൻസ് നീഡ്. ഹി ഓർ ഷീ ഈസ് ഡൂയിങ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണോ, ആസ് ലേണിംഗ് ആണോ, ഫോർ ലേണിംഗ് ആണോ, അറ്റ് ലേണിംഗ് ആണോ? അപ്പോൾ ടീച്ചർ കളക്ട് ആൻഡ് റീഡ് ദ വർക്ക് ഓഫ് ദ ക്ലാസ് വർക്ക്സ് എല്ലാം കളക്ട് ചെയ്യുന്നു. ദെൻ അതിന് അനുസരിച്ച് ദെൻ പ്ലാൻസ് ആൻഡ് അഡ്ജസ്റ്റ് ദ നെക്സ്റ്റ് ക്ലാസ് ടു മീറ്റ് സ്റ്റുഡൻസ്. കുട്ടികളുടെ നീഡ്സിനനുസരിച്ച് നെക്സ്റ്റ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഏതാണ്? അവിടെ ഇറ്റ് ഈസ് എന്താണ്? ഡ്യൂറിങ് ദി ലേണിംഗ് പ്രോസസ് നടക്കുന്ന ഒരു സംഭവമാണ്. സോ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് അല്ലേ. ഫോർമേറ്റീവ് ആയിട്ട് വരുന്ന കാര്യമാണ്. സോ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് റൈറ്റ് ആൻസർ. അടുത്ത ദിവസം നോക്കാം. ദ ടീച്ചർ ക്യാൻ യൂട്ടിലൈസ് ബോത്ത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ടു. അപ്പോൾ ഈ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗും യൂട്ടിലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച ആൻസറിലോട്ട് എത്തുക കേട്ടോ. നോ ചിൽഡ്രൻസ് പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെൻറ്റ് ലെവൽ, നോ ലേണിംഗ് നീഡ്സ് ഓഫ് ചൈൽഡ് ആൻഡ് സെലക്ട് ടീച്ചിങ് സ്ട്രാറ്റജി അക്കോർഡിംഗ്ലി, അസസ് ചൈൽഡ് പെർഫോമൻസ് അറ്റ് പീരിയോഡിക് intervals and certify his or her performance, monitor children's progress and set appropriate goals to fill their learning gaps. ആൻസർ കിട്ടിയോ? അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർമേറ്റീവ് ആണ്. സോ കുട്ടികളുടെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോഴോ അത് സമ്മേറ്റീവ് ആണ്. കുട്ടികൾ എത്രമാത്രം അച്ചീവ് ചെയ്തെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഒന്നാമത്തെയാണ് അല്ലേ. നോ ചിൽഡ്രൻസ് പ്രോഗ്രസ് നോക്കാനും അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് ലെവൽ നോക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ എന്നുള്ള റൈറ്റ് ആൻസർ കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. As a part of cognitive development proposed by Jerome S. Bruner, concept formation occurs on students on 3 stages. The first 2 stages are inactive stage and iconic stage. Which one is the third stage?
അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റേജ് ഏതാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് ഓപ്ഷൻ എ ആണ് അല്ലേ, സിംബോളിക് സ്റ്റേജ് ആണ് മൂന്നാമത്തായിട്ടും ബ്രൂണറിൽ വരുന്നത്. വിച്ച് ഈസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് പിയാഷെ സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്? പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൻ്റെ കറക്റ്റ് സീക്വൻസ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരിക? സെൻസറി മോട്ടോർ സ്റ്റേജ്, ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷൻ, ദെൻ ഫോമൽ ഓപ്പറേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ സി ആണ് സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോമൽ ഓപ്പറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദി ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്പറേഷൻസ് അല്ല ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ്, ചിൽഡ്രൻ ബിഗൻ ടു accurately use concept of time, space and number, think primarily about concrete objects or situations, develop the concept of object permanency, thinks in terms of abstract principles and hypothetical situation. ഇപ്പോൾ ഫോമൽ ഓപ്പറേഷൻ ചെയ്യുന്ന മുമ്പ് ആ ചാർട്ട് തന്നത് തന്നെയാണ് സംഭവം. എന്ത് തന്നെയാണ്? ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ വരുന്നത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്ന സംഭവമാണ്. ഇനി നോക്കുക. അക്കോർഡിംഗ് ടു പിയാഷെ, അഡാപ്റ്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് സ്കീമ ഇൻ റെസ്പോൺസ് ടു എൻവയോൺമെൻറ്റ് ബൈ ദ മീൻസ് ഓഫ് അസിമിലേഷൻ ആൻഡ്, എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ആണ്. ദ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അക്കോർഡിംഗ് ടു പിയാഷെ ഇൻ വിച്ച് എ ചൈൽഡ് ഡിസ്പ്ലേഡ് ഒബ്ജക്ട് പെർമനൻസ്. ചാർട്ടിൽ പറഞ്ഞ അതേ സംഭവം ഒബ്ജക്ട് പെർമനൻസ് വരുന്നത് എപ്പോഴാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് അല്ലേ, സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി സീക്വൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഓഫ് റീസണിങ് ആണ്. അപ്പോൾ റീസണിങ്ങിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓർഡറാക്കി ചോദിച്ചേക്കുന്നു കേട്ടോ. ജസ്റ്റ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത്. ഇപ്പോൾ റെക്കഗ്നിഷൻ ഓഫ് പ്രോബ്ലം, ദെൻ ടു ഡു എക്സ്പെരിമെൻറ്റ് അക്കോർഡിംഗ് ടു ഇൻഫറൻസ്, ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ, ദെൻ ഡ്രോയിങ് ഇൻഫറൻസസ്, ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കാം? അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുക, പ്രോബ്ലം, റെക്കഗ്നിഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറയും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഡാറ്റാസ് കളക്ട് ചെയ്യണം അല്ലേ. സോ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എന്ത് പറയാം? കളക്ഷൻ ഓഫ് ഡാറ്റാസ് കൊടുക്കാം. ഇനി ഈ ഡാറ്റാസിൽ നിന്നും എന്ത് ചെയ്യാം? ഡ്രോയിങ് ഇൻഫറൻസസ് അല്ലേ, ഒരു നിഗമനത്തിലെത്താം. ദെൻ ടു ഡു എക്സ്പെരിമെൻറ്റ് അക്കോർഡിംഗ് ടു ദ ഇൻഫറൻസ്, ആ ഒരു ഇൻഫറൻസിൻ്റെ പേര് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് നോക്കാം. ദെൻ എന്ത് ചെയ്യാം? നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഏതാ വരിക? 1 ആദ്യം വരും, പിന്നെ 3 വരും, പിന്നെ 4 വരും, പിന്നെ ഇത് വരിക 4, പിന്നെ 2, പിന്നെ 5. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസം നോക്കാം. ദർ ആർ സെവറൽ കൈൻഡ്സ് ഓഫ് ഇൻ്റലിജൻസ് സച്ച് എസ് വെർബൽ, മാത്തമാറ്റിക്കൽ, ബോഡി ലിക്വിഡിസിറ്റി എക്സെട്ര. ദിസ് കൺസെപ്റ്റ് വാസ് ഗിവൺ ബൈ. ഇത് ആരുടെ കൺസെപ്റ്റാണ്? ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവമാണ് അല്ലേ. ഇനി നോക്കാം. NEP 2020 ഫോക്കസസ് ഓൺ, NEP 2020 വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, ബേസ്ഡ് പ്രോഗ്രസ് കാർഡ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ് ബേസ്ഡ് പ്രോഗ്രസ് കാർഡ്, കോംപ്രിഹെൻസീവ് അസസ്മെൻറ്റ് ബേസ്ഡ് പ്രോഗ്രസ് കാർഡ്, 360 ഡിഗ്രി ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്. ഇപ്പോൾ ഇത് ഏതായിരിക്കും വരിക? അപ്പോൾ ഇതിൽ 360 ഡിഗ്രി ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഡെഫിഷ്യൻസി ഇൻ എ ലേണർ ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ് ത്രൂ. അപ്പോൾ ഡെഫിഷ്യൻസി ഇൻ എ ലേണർ ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ് ത്രൂ. കറക്റ്റ് ഓപ്ഷൻ നോക്കണം. റെഗുലർ ടീച്ചിങ് ആണോ, സെൽഫ് സ്റ്റഡി ആണോ, പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ, റെമഡിയൽ ടീച്ചിങ് ആണോ? അപ്പം ഡെഫിഷ്യൻസി ഇൻ ലേണർ ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ് ത്രൂ ഏതായിരിക്കും? റെമഡിയൽ ടീച്ചിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who among the 4 educationalists is closely associated with project method? പ്രോജക്റ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ട് ആരാണ് ആൻസർ? കിൽപാട്രിക് ആണ് അല്ലേ. വിച്ച് among the following is not associated with പിയാഷെ? പിയാഷെയുമായി ബന്ധം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ കറക്റ്റാണ്. ദെൻ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദി പ്രോപ്പർട്ടി ഓഫ് CC? CCയുടെ
പെട്ടതല്ലാത്ത എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നു. ഡയഗ്നോസിങ് വീക്ക്നെസ് ഓഫ് സ്റ്റുഡൻസ്, ഇൻഫോർമൽ ഇവാലുവേഷൻ ക്യാരിഡ് ഔട്ട് ബൈ ടീച്ചേഴ്സ്, മൾട്ടിപ്പിൾ ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ കൺസിഡറിങ് ഓൺലി സ്കോളാസ്റ്റിക് ആസ്പെക്റ്റ്. ഏതായിരിക്കും വരിക? നമ്മൾ പറഞ്ഞു CC എന്ന് പറയുമ്പോൾ സ്കോളാസ്റ്റിക് ആസ്പെക്റ്റും കോ സ്കോളാസ്റ്റിക് ആസ്പെക്റ്റ് രണ്ടും അടങ്ങിയതാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ D ആണ് വരിക കേട്ടോ. കൺസിഡറിങ് ഓൺലി സ്കോളാസ്റ്റിക് ആസ്പെക്റ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. Which among the following is an activity aid? ഇതിൽ ആക്ടിവിറ്റി എയ്ഡ് ഏതാണ് ആക്ടിവിറ്റി എയ്ഡ് എന്ന് പറയുന്നത്? ഫീൽഡ് ട്രിപ്പാണ് ആക്ടിവിറ്റി എയ്ഡ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതറിയാത്തവർ പ്രത്യേകത നോട്ട് ചെയ്യുക. ടീച്ചിങ് നീഡ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ റിവിഷൻ ക്ലാസ്സിലെല്ലാം പറഞ്ഞതാണ്, ക്ലാസ്സിലും പറഞ്ഞതാണ്. അപ്പോൾ ആക്ടിവിറ്റി എയ്ഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഫീൽഡ് ട്രിപ്പാണ് കേട്ടോ. ഇതുപോലെ ബാക്കി ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാം. ഓക്കെ. കോഗ്നിറ്റീവ് ഡൊമൈൻസ് എക്സ്പ്ലെയിൻസ് ഡൂയിങ് ഫീൽഡ്, നോളേജ് ഫീൽഡ്, ഫീലിംഗ് ഫീൽഡ്, ആക്ടിവിറ്റി ഫീൽഡ്. കോഗ്നിറ്റീവ് ഡൊമൈൻ മീൻസ് ഇറ്റ് റിലേറ്റഡ് ടു നോളേജ് ഫീൽഡാണ് അല്ലേ. OHP ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, ഞാൻ ആ മുമ്പ് തരുന്ന ആ സ്ലൈഡിൽ നിങ്ങൾക്ക് കിട്ടും. OHP ഓവർ ഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ത് എയ്ഡാണ്? പ്രൊജക്റ്റഡ് എയ്ഡാണ്. അപ്പോൾ ഈ ഒരു സംഭവം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു ടീച്ചിങ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. റെഡിയാണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് NCF lays more emphasis on behaviorism, naturalism, pragmatism, constructivism. ഒരു ഡൗട്ടും വേണ്ട, കൺസ്ട്രക്റ്റിവിസം ആണ് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ്ക്ലൂസീവ്ലി മീൻഡ് ഫോർ ലേണേഴ്സ്? അപ്പോൾ ലേണേഴ്സിന് വേണ്ടി മാത്രം ഉള്ളതായിട്ട് കാണാൻ പറ്റുന്ന ഈ താഴെ തന്നതിൽ ഏതാണ് എന്നാണ്? റെഫറൻസ് ബുക്കാണോ, ഹാൻഡ് ബുക്കാണോ, സോഴ്സ് ബുക്കാണോ, വർക്ക് ബുക്കാണോ? അപ്പോൾ നമുക്കറിയാം ലേണേഴ്സിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാനുള്ളത് എന്താണ്? നമ്മുടെ വർക്ക് ബുക്ക്. അപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ലേണർ എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ബുക്കാണ് അല്ലേ. According to Bruno, the stage at which knowledge is represented through images is called inactive stage, iconic stage, symbolic stage, visual stage. Representation of thought in അല്ലെങ്കിൽ ഇമേജസിലൂടെ എന്ന് പറയുമ്പോൾ അത് ഐക്കോണിക് സ്റ്റേജ് ആണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ 3 ക്ലാരിറ്റി കുറവുണ്ട്, ഞാൻ വായിക്കാം കേട്ടോ. ദ ടീച്ചർ യൂസസ് എക്സാംപ്ലേഴ്സ് ആൻഡ് നോൺ എക്സാംപ്ലേഴ്സ് വൈൽ ട്രാൻസാക്ടിങ് ദ കണ്ടന്റ് വൈൽ യൂസിങ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ. അപ്പോൾ എക്സാംപ്ലേഴ്സും നോൺ എക്സാംപ്ലേഴ്സും നമ്മുടെ കണ്ടന്റ് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ഏത് മോഡൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന സംഭവമാണ്? നമ്മൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ബ്രൂണറെ കാര്യം പറഞ്ഞപ്പോഴും കൂടി എടുത്ത് പറഞ്ഞ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. Then types of individual differences are physical, mental, emotional, all of the above. ഏതായിരിക്കും വരിക? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് നമുക്കറിയാം ഫിസിക്കലി ഉണ്ടാവും, മെൻ്റലി ഉണ്ടാവും, ഇമോഷണലി ഉണ്ടാവും. സോ ആൻസർ ഓപ്ഷൻ D ആണ്, all of the above എന്നുള്ളതാണ്. Then theory of conservation comes under which stage of cognitive development according to Jean Piaget? നമ്മൾ പറഞ്ഞു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. The cognitive process of integrating new information with existing knowledge is accommodation, equilibration, adaptation, assimilation. The cognitive process of integrating new information with the existing knowledge means that is assimilation ആണ്. Which statement related to project method is true? Learning by experience, teacher as a facilitator, problem solving, all the above. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം തന്നെ ശരിയായിട്ട് വരും. സോ all the above എന്നുള്ള റൈറ്റ് ആൻസർ കേട്ടോ. ഇനി സ്പൈറൽ കരിക്കുലം ഇസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ആരുടെയാണ്? സ്പൈറൽ കരിക്കുലം ബ്രൂണറുടെയാണ്. ഡാഷ് ഇസ് ദ ലോങ് ടേം പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷണൽ പ്രോസസ്. ലോങ് ടേം പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷണൽ പ്രോസസ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലാനോ, ലെസൺ പ്ലാനോ, ഇയർ പ്ലാനോ, ഓൾ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം ലോങ് ടേം എന്ന് പറയുമ്പോൾ അത് ഇയർ പ്ലാനാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദി ബ്ലൂ പ്രിൻറ്റ് ഓഫ് എ ലെസൺ ഓർ എ പ്ലാൻ ഓഫ് ആക്ഷൻ to organized learning activities for a single period. യൂണിറ്റ് പ്ലാന്, ലെസൺ പ്ലാന്, ഇയർ പ്ലാന്, അക്കാഡമിക് പ്ലാന്. ബ്ലൂ പ്രിൻറ്റ് ഓഫ് എ ലെസൺ എന്ന് പറയുമ്പോൾ അത് ഏതാണത്? ഒരു ഡൗട്ടും വേണ്ട, ലെസൺ പ്ലാന് തന്നെയാണ് കേട്ടോ. ഇനി കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഈസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ആരുടേതാണ്? കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ബ്രൂണറുടെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിഗാർഡിംഗ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ പ്രിൻസിപ്പിൾ ഫോർ ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020? റിജിഡ് കരിക്കുലം, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, പ്ലേ ബേസ്ഡ് ലേണിംഗ്, ഫോക്കസ് ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. അപ്പോൾ ശ്രദ്ധിക്കുക, ഫോളോയിങ് ഈസ് നോട്ട് എ കീ പ്രിൻസിപ്പിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് എ കീ പ്രിൻസിപ്പിൾ ഓഫ്
NEP 2020 പറയും, നമുക്കൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് വരും, പ്ലേ ബേസ്ഡ് ലേണിംഗ് വരും, ഫോക്കസ് ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ന്യൂമറസി വരും. സോ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. റിജിഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ് പറയുന്നത് കേട്ടോ. വിച്ച് തിയറിസ്റ്റ് ഇസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദി കൺസെപ്റ്റ് ഓഫ് സ്കെഫോൾഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് താഴെ തന്നിരിക്കുന്ന ആരാണ് വരിക? സ്കെഫോൾഡിങ്, ZP എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരില്ലേ, വൈഗോട്സ്കി ആണ് അല്ലേ. അടുത്ത് നോക്കാം. കരിക്കുലം ഈസ് റെഫേർഡ് ടു ആസ് sum total to experiences, sum total to of courses, sum total of non-scholastic activities, sum total of grades. Answer option A ആണ്, sum total to experiences ആണ്. Highest level of objective under revised Bloom's taxonomy of educational objectives is evaluating, creating, analyzing, applying. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിൽ വരുന്ന ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ക്രിയേറ്റിംഗ് ആണ് അല്ലേ. ഇനി which among the following is a key feature of summative evaluation? Placement and promotion, immediate feedback, motivating the learner, arousing learner curiosity. ഇപ്പോൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഒരു കീ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഷുവറായിട്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ പറയാം അല്ലേ. ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു വൈഗോട്സ്കി, വാട്ട് ഈസ് ദ ടേം ഫോർ ദ റേഞ്ച് ഓഫ് ടാസ്ക് ദറ്റ് എ ലേണർ ക്യാൻ perform with the help of a more knowledgeable person but cannot perform independently? Discovery, learning, self-efficacy, zone of proximal development, expectancy theory. അപ്പോൾ നമുക്കറിയാം വൈഗോട്സ്കി പറഞ്ഞാൽ തന്നെ അവിടെ നമ്മൾ ZPD ഉണ്ട് അല്ലേ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ഈ ലേണിംഗ് എയ്ഡ്സ് ആർ യൂസ്ഡ് മെയിൻലി ഫോർ നോവൽറ്റി ആണോ, മേക്കിംഗ് ആബ്സ്ട്രാക്ട് ഐഡിയാസ് കോൺക്രീറ്റ് ആണോ, കംപ്ലീഷൻ ഓഫ് ടോപ്പിക് ആണോ, എൻഗേജിങ് ദ ഫ്രീ ടൈം ഓഫ് സ്റ്റുഡൻസ് ആണോ? മേക്കിംഗ് അബ്സ്ട്രാക്ട് ഐഡിയാസ് കോൺക്രീറ്റ് ആക്കാൻ വേണ്ടി ലേണിംഗ് എയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ഈസ് ഡയഗ്നോസിങ് ദി റൂട്ട് കോസ് ഓർ കോസസ്, ഡിഫൈനിങ് ദ പ്രോബ്ലം, ഐഡൻറ്റിഫൈങ് ദ ഓൾട്ടർനേറ്റീവ് അവൈലബിൾ, അനലൈസിങ് ദ പ്രോബ്ലം. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലേ, അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം അല്ലെങ്കിൽ ഡിഫൈനിങ് ദ പ്രോബ്ലം എന്നുള്ള റൈറ്റ് ആൻസർ കേട്ടോ. അടുത്ത ദിവസം നോക്കാം. അക്കോർഡിംഗ് ടു പിയാഷെ തിയറി, ചിൽഡ്രൻ ലേൺ ബൈ. ഓപ്ഷൻ ശ്രദ്ധിച്ച് വായിക്കുക. മെമ്മറൈസിംഗ് ഇൻഫർമേഷൻ ബൈ പേയിങ് ഡ്യൂ അറ്റൻഷൻ, ചേഞ്ചിങ് ദർ ബിഹേവിയർ വെൻ ഓഫർഡ് അപ്രോപ്രിയേറ്റ് റിവാർഡ്സ്, സ്കെഫോൾഡിംഗ് പ്രൊവൈഡഡ് ബൈ മോർ ഏബിൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, പ്രോസസ്സസ് ഓഫ് അഡാപ്റ്റേഷൻ. പിയാഷെ വന്നു, അഡാപ്റ്റേഷൻ വന്നു അല്ലേ. ആൻസർ ഓപ്ഷൻ നാലാമത്തെയാണ്. ഇൻ കരിക്കുലം ഡെവലപ്മെൻറ്റ്, വാട്ട് ഈസ് ദി സ്പൈറൽ അപ്രോച്ച്? എന്താണ് സ്പൈറൽ അപ്രോച്ച്? റീവിസിറ്റിംഗ് കീ കൺസെപ്റ്റ് റിപ്പീറ്റഡ്ലി വിത്ത് ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി, ഓർഗനൈസിംഗ് ടോപ്പിക് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്, ഇൻറ്റഗ്രേറ്റിംഗ് വേരിയസ് സബ്ജക്ട്സ് ഇൻ ടു വൺ കരിക്കുലം, ഫോക്കസിംഗ് ഓൺ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിംഗ്. ഇപ്പോൾ സ്പൈറൽ കരിക്കുലം ബന്ധപ്പെട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് വരുന്നത്? ഫസ്റ്റ് വൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്പൈറൽ കരിക്കുലം എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ടു കോംപ്ലക്സ് രീതിക്ക് തന്നെയാണ്. പക്ഷേ എന്നാൽ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നത് റീവിസിറ്റിംഗ് കീ കൺസെപ്റ്റ് റിപ്പീറ്റഡ്ലി വിത്ത് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി, ദാറ്റ് ഈസ് മോർ ആപ്റ്റ് ഫോർ ദി സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ പറയാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ്. റീവിസിറ്റിംഗ് കീ കൺസെപ്റ്റ് റിപ്പീറ്റഡ്ലി വിത്ത് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ നമ്മുടെ ചാനൽ മേ ബി ഇന്ന് നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സംഭവം ഈ പറഞ്ഞ നമ്മുടെ കരിക്കുലം ആയിക്കോട്ടെ, ബാക്കി നമ്മൾ തിയറി പാർട്ട് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഭാഗം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത് നോക്കാം. സീമ ലേൺസ് എവറി ലെസൺ വെരി ക്വിക്ലി ബട്ട് ലീന ടേക്സ് ലോങ്ങർ ടു ലേൺ ദം. ഇറ്റ് ഡിനോട്സ് ദ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഇൻ്റർ റിലേഷൻഷിപ്പ്, കണ്ടിന്യൂറ്റി, ജനറേറ്റീവ്, സ്പെസിഫിക്. അപ്പോൾ സീമയ്ക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ലീന കുറച്ച് സമയം എടുക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. സോ it denotes the developmental principle of individual differences. അടുത്ത ക്വസ്റ്റിനോട്ട് പോയിക്കോട്ടെ. ഓക്കെ. പ്രസൻറ്റിംഗ് ഡിസ്കണക്റ്റഡ് ചങ്ക്സ് ഓഫ് നോളജ് വുഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ച് വായിക്കുക. ഹെൽപ്പ് ലേണേഴ്സ് ഓർഗനൈസ് ഇൻഫർമേഷൻ ഓൺ ദെയർ ഓൺ, മേക്ക് ദ ടാസ്ക് ഓഫ് ദ ടീച്ചർ ഡിഫിക്കൽട്ട് ആൻഡ് ദാറ്റ് ഓഫ് ദ ലേണേഴ്സ് ഈസി, മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ ലേണേഴ്സ് ടു ഗെയിൻ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, ദെൻ മേക്ക് റീകോൾ ഈസിയർ ഫോർ ദ ലേണർ. ഏതായിരിക്കും? ഡിസ്കണക്റ്റഡ് ചങ്ക്സ് മീൻസ് അത്ര മീനിങ് ഫുൾ അല്ലാത്ത കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ, ഒരു കണക്ഷൻ ഇല്ലാതെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും? കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇറ്റ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ ലേണർ ടു ഗെയിൻ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പോവുകയാണ്. ദ പേർപ്പസ് ഓഫ് മൈക്രോ ടീച്ചിങ് ഈസ്
to learn and practice giving constructive feedback, to be used as a tool for teacher preparation, to build up confidence and skill in teaching, all of the above. The process of the purpose of micro teaching എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാം തന്നെ വരും കേട്ടോ. all of the above ആണ്. അടുത്ത ദിവസം നോക്കാം. വാട്ട് ഈസ് ദി എയിം ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് വിത്ത് ദ കരിക്കുലം? Strengthens student motivation, promotes discovery or active learning, responsibility of one's own learning, all of the above. അപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് വിത്ത് ദ കരിക്കുലം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഓൾ ഓഫ് ദ എന്താണെന്ന് അറിയട്ടെ എന്ന് കുറച്ച് നമ്മുടെ സംഭവം സ്ലിപ്പായിട്ട് പോയിക്കൊണ്ട് ടങ്ക് സ്ലിപ്പായിക്കൊണ്ടേ ഇരിക്കുന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറിപ്പോകുന്നുണ്ട്, വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ PPT ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക PPT നല്ലോണം. എ ഗുഡ് ടെസ്റ്റ് ഷുഡ് ഹാവ് ഹൈ റിലയബിലിറ്റി ആൻഡ് ലോ വാലിഡിറ്റി, ഹൈ വാലിഡിറ്റി ആൻഡ് ലോ റിലയബിലിറ്റി, ബോത്ത് ഹൈ റിലയബിലിറ്റി ആൻഡ് ഹൈ വാലിഡിറ്റി, നെയ്തർ റിലയബിലിറ്റി നോർ വാലിഡിറ്റി. ഒരു ഗുഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ബോത്ത് റിലയബിലിറ്റിയും വേണം, വാലിഡിറ്റിയും വേണം അല്ലേ. സോ ഓപ്ഷൻ സി ആണ്. അടുത്തൊരു മാച്ചിങ് ആണ്. ഞാൻ ഓപ്ഷൻസ് തരുന്നില്ല. ഇതെല്ലാം തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഓൾറെഡി നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഓപ്ഷൻസ് തരാതെ കറക്റ്റായിട്ടൊന്ന് മാച്ച് ചെയ്യാം കേട്ടോ. മാച്ച് ചെയ്തോ? അപ്പോൾ സ്റ്റീഫൻ എം കോറി ചോദിച്ചിട്ടുണ്ട്, ആക്ഷൻ റിസർച്ച് ആണ് അല്ലേ. JL മൊറീനോ സോഷ്യോമെട്രി ചോദിച്ചാൽ JL മൊറീനോ ആണ്. DW അലൻ എന്താണ്? മൈക്രോ ടീച്ചിങ് ആണ്. മോർഗൻ ആൻഡ് മുറെ എന്ന് പറയുമ്പോൾ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ടാറ്റ്. ബെല്ലാക്ക് ഇപ്പോൾ കാറ്റ് മീൻസ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ബെല്ലാക്കാണ്. ഒന്നും കൂടി പറയാം. മോർഗൻ ആൻഡ് മുറെ ചോദിക്കുവാണെങ്കിൽ ഏതാണത്? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് മോർഗൻ ആൻഡ് മുറെ. DW അലൻ ആണെങ്കിൽ മൈക്രോ ടീച്ചിങ് ആണ്. JL മൊറീനോ സോഷ്യോമെട്രി ആണ്. സ്റ്റീഫൻ എം കോറി ആണ് ആക്ഷൻ റിസർച്ച് ഡെവലപ്പ് ചെയ്തത്. ബെല്ലാക്ക് നമ്മുടെ കാറ്റ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അടുത്ത ദിവസം നോക്കാം. ടീച്ചിങ് എയ്ഡ്സ് ആർ യൂസ്ഡ് ടു കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഭയങ്കര ടങ്ക് സ്ലിപ്പാണെന്ന്. എന്ത് പറ്റിയെന്ന് അറിയില്ല. രാവിലെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കുക. സോറി ഫോർ ദാറ്റ്. മേക്ക് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ്, ക്ലാരിഫൈ ദ കൺസെപ്റ്റ്, ഹെൽപ്പ് ഇൻ ബെറ്റർ റിട്ടൻഷൻ, ഓൾ ഓഫ് ദ എബോ. ടീച്ചിങ് എയ്ഡ്സ് ആർ യൂസ്ഡ് ടു എന്തിനാണ്? ഈ പറഞ്ഞ എല്ലാത്തിനും വരും കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദ എബോ ആണ്. മേക്കിംഗ് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ്, ക്ലാരിഫൈ ദ കൺസെപ്റ്റ്, ഹെൽപ്പ് ഇൻ ബെറ്റർ റിട്ടൻഷൻ. അടുത്ത് നോക്കൂ. അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് പ്രോജക്റ്റ് മെത്തേഡ് ഇൻ എ സീക്വൻസ്. The purpose of the project, providing a situation, execution of the project, planning of the project, recording of the project, evaluation of the project. Correct step, project method correct step. കിട്ടിയോ? ആൻസർ ഓപ്ഷൻ മൂന്നാമത്തെ ആണ്. ആദ്യം എന്ന് പറയുമ്പോൾ പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വരുന്നത്. പർപ്പസ് ഓഫ് ദ പ്രോജക്റ്റ് സെക്കൻഡ് ആയിട്ട് വരും. പ്ലാനിങ് ഓഫ് ദ പ്രോജക്റ്റ് വരും. പ്ലാൻ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, റെക്കോർഡിങ് വരണം. സോ ആൻസർ BADCF എന്നീ ഓർഡറാണ് വരുന്നത്. ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനാണ് വരിക. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി ചിലപ്പോൾ ഇനി ക്ലാസ്സൊക്കെ പോയി തപ്പോൾ എവിടെ കിടക്കുന്നൊന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഈ സംഭവം നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. Providing a situation, purpose of the project, planning of the project, execution of the project, evaluation of the project, recording of the project. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണേ. മാക്സിംസ് ഓഫ് ടീച്ചിങ് ആർ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ടു ടീച്ച് ചിൽഡ്രൻ ഇൻ ആക്യുറേറ്റ് മാനർ, റൂൾസ് ഫോർ പ്രസൻറ്റിംഗ് ഡിഫിക്കൽട്ട് ടേംസ് ആൻഡ് കൺസെപ്റ്റ്സ് ടു മേക്ക് ദം ഈസി ടു കോംപ്രിഹെൻഡ് ഇൻ ക്ലാസ് റൂം ടീച്ചിങ്, learning levels which can be affected with the acquisition of various teaching objectives, learning experiences which are acquired in a natural way. Maxims of teaching എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ദ റൂൾസ് ഫോർ പ്രസൻറ്റിംഗ് ഡിഫിക്കൽട്ട് ടേംസ് ആൻഡ് കൺസെപ്റ്റ് ടു മേക്ക് ദം ഈസി ടു കോംപ്രിഹെൻഡ് ഇൻ എ ക്ലാസ് റൂം ടീച്ചിങ് എന്നുള്ളതാണ്. ഇനി കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എംഫസിസസ് ഏത് അപ്രോച്ചാണ്? ഇൻഡക്റ്റീവ് അപ്രോച്ചാണ് അല്ലേ. അടുത്ത് നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ പ്യൂപ്പിൾ ഇൻ എ ക്ലാസ് റൂം വിച്ച് ഫോളോസ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ? സിൻടാക്സ് ആണോ, പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ ആണോ, സോഷ്യൽ സിസ്റ്റം ആണോ, സപ്പോർട്ട് സിസ്റ്റം ആണോ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ദ പ്യൂപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ സിസ്റ്റമാണ്.
അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണെ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു പ്രോജക്റ്റ് മെത്തേഡ് ഈസ് ട്രൂ? ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, പ്രോബ്ലം സോൾവിംഗ്, ഓൾ ദ എബോവ്. ഈ പറഞ്ഞ എല്ലാം തന്നെ വരും അല്ലേ. ഓൾ ദ എബോവ് ആണ് റൈറ്റ് ആൻസർ. Then in order to address the needs of students who are facing learning difficulties, a teacher should not, ശ്രദ്ധിച്ചു വായിക്കുക, in order to address the needs of students who are facing learning difficulties, a teacher should not എന്നാണ്. ഓപ്ഷൻസ് വായിക്കുക. യൂസ് മൾട്ടിപ്പിൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, യൂസ് കൺസ്ട്രക്റ്റീവ് പെഡഗോഗിക്കൽ അപ്രോച്ചസ്, ഡു ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ്, പ്രാക്ടീസ് റിജിഡ് സ്ട്രക്ചേഴ്സ് ഫോർ പെഡഗോഗി ആൻഡ് അസസ്മെൻറ്റ്. ഏതായിരിക്കും ഒരു ഓപ്ഷൻ? നാലാമത്തെ ഓപ്ഷനാണ് കേട്ടോ. ഷുഡ് നോട്ട് എന്നാണ്. സോ നമുക്കറിയാം റിജിഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് പറ്റത്തില്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് എല്ലാം നമ്മൾ പറയുന്നത്. സോ പ്രാക്ടീസസ് റിജിഡ് എന്നുള്ളത് കൊണ്ട് ഇതാണ് വരിക. അപ്പോൾ നമ്മൾ കൂടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ക്ലാസ് ചെയ്യുന്നത് ശരിക്കും ലൈവ് പോലെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മേ ബി എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് സൗണ്ട് കേൾക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ? സെൻസറി മോട്ടോർ പീരിയഡ്, ആപ്ലിക്കേഷൻ ഓഫ് ലോജിക് ടു കോൺക്രീറ്റ് പ്രോബ്ലംസ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, റിവേഴ്സിബിലിറ്റി ഓഫ് ആൻഡ് ഡീസെൻട്രേഷൻ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഒബ്ജക്ട് പെർമനൻസ് ആൻഡ് അനിമിസ്റ്റിക് തിങ്കിങ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ആബ്സ്ട്രാക്ട് തിങ്കിങ്. ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ്? ഫോർമൽ ഓപ്പറേഷനിലും ആബ്സ്ട്രാക്ട് തിങ്കിങ്ങും. ശരിയല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An experience of intrapersonal intelligence within a classroom according to Howard Gardner refers to ability to handle social situations well, ability to understand meaning and rhythms of others' speech, knowledge of one's own complex feelings, strength and weakness, appreciation of aesthetics and beauty. പറഞ്ഞു ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താണ്? സ്വന്തം അല്ലേ. നോളജ് ഓഫ് വൺസ് ഓൺ കോംപ്ലക്സ് ഫീലിങ്സ് ആൻഡ് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണേ. Which of the following is an effective method to enhance problem solving skills in children? അപ്പോൾ കുട്ടികളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതെന്നാണ്. അപ്പോൾ മെത്തേഡ് ശ്രദ്ധിച്ച് വായിക്കുക. ഡിസ്കറേജിങ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആൻഡ് ഫോക്കസിങ് ഓൺ ഡിക്ലറേറ്റീവ് നോളജ്, എൻകറേജിങ് ദം ടു അവോയ്ഡ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്, പ്രൊവൈഡിങ് ദം വിത്ത് റെഡിമെയ്ഡ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്, ഗിവിംഗ് ദം ഓപ്പർച്യൂണിറ്റീസ് ടു ബ്രെയിൻ സ്ട്രോം ആൻഡ് മേക്ക് ഇൻഡ്യൂറ്റീവ് ഗെസ്സസ്. കിട്ടിയോ? ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ നാലാമത്തെ ആണ് കേട്ടോ. ഗിവിംഗ് ദം ഓപ്പർച്യൂണിറ്റീസ് ടു ബ്രെയിൻ സ്ട്രോം ആൻഡ് മേക്ക് ഇൻഡ്യൂറ്റീവ് ഗെസ്സസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഹവാർഡ് ഗാർണർ, എ ഫിലോസഫർ ഹാസ് ഡാഷ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് എ സ്കൾപ്റ്റർ ഹാസ് മോർ ഡാഷ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്. എഴുതിക്കുന്ന ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല. ചിലപ്പോൾ മേ ബി പിന്നെയും എൻ്റെ ടങ്ക് ചിലപ്പോൾ സ്ലിപ്പായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫിലോസഫറിന് പറയുമ്പോൾ അവിടെ ഏതാണ് വരുന്നത്? ഇൻട്രായും വരും. ദെൻ സ്കൾപ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ സ്പേഷ്യലും വരും കേട്ടോ. ഓപ്ഷൻ മൂന്നാമത്തെ റൈറ്റ് ആൻസർ. ഇനി ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ഈസ് എ ബേസിക് കൺസെപ്റ്റ് റിലേറ്റഡ് ടു എന്താണ്? NCF 2005. ഓപ്ഷൻസേ നിങ്ങൾക്ക് വേണ്ട അല്ലേ. ഇനി ഹൂ വാസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് NCF 2005? ആരായിരുന്നു? പ്രൊഫസർ യശ്പാൽ ആയിരുന്നു അല്ലേ. ഇനി NCF 2005 ഈസ് പ്രിപ്പയർഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? NCF ആണെങ്കിൽ അത് NCERT ആണ്. KCF ആണെങ്കിൽ അതെന്താണ്? SCERT. അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്ത് വെച്ചേക്കാം കേട്ടോ. ദെൻ NCF 2005. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. NCF ദ റോൾ ഓഫ് ടീച്ചർ ഇൻ NCF 2005 അല്ലെങ്കിൽ NCF പ്രകാരം ദ റോൾ ഓഫ് ടീച്ചർ റോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അത് ഫെസിലിറ്റേറ്റർ ആണ്. പ്രീവിയസ്ലി ഒത്തിരി ചോദിച്ചാൽ നമ്മൾ റിവിഷൻ സമയത്തൊക്കെ പറഞ്ഞതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ല തോന്നുന്നു. അപ്പോൾ NCF 2005 പ്രകാരം റോൾ ഓഫ് ദ ടീച്ചർ ഈസ് ഫെസിലിറ്റേറ്റർ. കിട്ടിയല്ലോ. ഇനി NCF 2005 എംഫസിസ് ഓൺ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഓഫ് ലേണിംഗ് ആസ് ഇറ്റ് ഫോക്കസസ് ഓൺ ഓപ്ഷൻസ് വായിക്കാം. മെമ്മറൈസേഷൻ ഓഫ് ഡെഫിനിഷൻസ് ആൻഡ് ഫോർമുല, സബ്മിഷൻ ഓഫ് റെഗുലർ ഹോംവർക്ക്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലേണർ ത്രൂ എൻഗേജിംഗ് ആക്ടിവിറ്റീസ്, ഇഫക്റ്റീവ് ലെക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻ ബൈ ദ ടീച്ചർ. ഏതായിരിക്കും? നമ്മൾ പറഞ്ഞു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ എന്താണ്? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലേണർ ആണ് ത്രൂ എൻഗേജിംഗ് ആക്ടിവിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മതിയായോ?
അപ്പോൾ കൂട്ടുകാർ ചിലപ്പോൾ മേ ബി ബോർ അടിച്ചിട്ടുണ്ടാവില്ല, കുറേ സമയമായി ക്വസ്റ്റ്യൻസ് തീരുന്നുമില്ല അല്ലേ. അപ്പോൾ എന്തായാലും കുറേ പേര് ചോദിക്കുകയില്ലേ ഇതുപോലെ മാരത്തോൺ സെഷൻ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു അത്ര നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത കൂടുതൽ പുതിയ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം മാക്സിമം ഇങ്ങനെ പോകണം. അതുകൊണ്ട് അധികം ഒന്നും ഞാൻ പറയാതെ ഞാൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യനും ഓപ്ഷൻസ് വായിച്ച് വേഗം ആൻസറിലോട്ട് പോകുന്നത്. കാരണം മേ ബി നിങ്ങൾക്ക് ഇനിയും ഇത് കാരണം നമ്മുടെ എക്സാം അടുത്തെത്താറായി. HSAയുടെ ഡേറ്റ് അടുക്കും തോറും എല്ലാവർക്കും ചങ്കിലെ ടെൻഷൻ ആയിരിക്കും അല്ലേ. മെയിൻ സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ വാരി വലിഞ്ഞ് കണക്കുന്നുണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം. സോ അപ്പോൾ ഇതിന് മാത്രം ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് നമ്മുടെ ക്യാപ്സ്യൂൾ പോലെ മെയിനായിട്ട് വരുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന സമയം അധികം സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറയാതെ തന്നെ മെയിൻ കാര്യങ്ങളോട്ട് പോകുന്നു. കാരണം സമയം ഭയങ്കര വിലപ്പെട്ടതാണ് നിങ്ങൾ എല്ലാവർക്കും അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അധികം നമ്മൾ കുറച്ചും കൂടി സ്പീഡിൽ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിച്ച് പോകുന്നതും അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 സ്റ്റേറ്റ്സ് ദാറ്റ് ലേണിംഗ് ഷുഡ് ബി കണ്ടന്റ് ഓറിയൻറ്റഡ്, ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക്, എക്സ്പീരിയൻഷ്യൽ, ബിഹേവിയറിസ്റ്റിക്. എങ്ങനെയായിരിക്കണം? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 സ്റ്റേറ്റ്സ് ദാറ്റ് ലേണിംഗ് ഷുഡ് ബി എക്സ്പീരിയൻഷ്യൽ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എംഫസിസസ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കരിക്കുലം ആണോ, സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ദി കരിക്കുലം ആണോ, ഡി കോണ്ടെക്സ്റ്റുലൈസേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്സ് ആണോ, ദെൻ റോട്ട് മെമ്മറൈസേഷൻ ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ആണോ? ഏതാണ്? നമ്മുടെ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പഠിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് കരിക്കുലം ഷുഡ് ബി എന്നാൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട് അല്ലേ. സോ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കരിക്കുലം തന്നെയാണ്. അടുത്ത ദിവസം നോക്കാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രൊപ്പോസസ് റിഡക്ഷൻ ഇൻ കണ്ടന്റ് ഓഫ് സ്കൂൾ കരിക്കുലം, ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് സ്കൂൾ കരിക്കുലം, എംഫസിസ് ഓൺ റോട്ട് ലേണിംഗ്, എംഫസിസ് ഓൺ ക്രിറ്റിക്കൽ ലേണിംഗ്. അപ്പോൾ ഏതായിരിക്കും വരും ഓപ്ഷൻസ് നേരെ ശ്രദ്ധിച്ച് നോക്കി ആൻസറിലോട്ട് എത്തുക കേട്ടോ. ആൻസർ കിട്ടിയോ? അപ്പോൾ നമുക്കറിയാം ഈ ആദ്യം വരും റിഡക്ഷൻ ഇൻ കണ്ടന്റ് ഓഫ് ദ സ്കൂൾ കരിക്കുലം നമുക്ക് പറയാം. ദെൻ ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് സ്കൂൾ കരിക്കുലം നമുക്ക് പറയാം. ദെൻ എംഫസിസ് ഓൺ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഓക്കെ ആണ്. ദെൻ എംഫസിസ് ഓൺ റോട്ട് ലേണിംഗ് ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ടെത്താൻ പറ്റും. മൂന്നാമത്തെ ഓപ്ഷൻ ഒരിക്കലും വരില്ല അല്ലേ. അപ്പോൾ ഇതും വരത്തില്ല, ഇതും വരത്തില്ല. പിന്നെ ബാക്കി നിങ്ങൾക്ക് സംശയം രണ്ടാമത്തിലായിരിക്കും. 1, 2, 3 മാത്രം, 2 ദെൻ 2, 4. അപ്പോൾ നമുക്ക് റിഡക്ഷൻ ഇൻ ദി കണ്ടന്റ് ഓഫ് സ്കൂൾ കരിക്കുലം നമുക്കത് പറയാൻ പറ്റും. കണ്ടന്റ് ഓറിയൻ്റ് അങ്ങനെ രീതിക്കല്ല പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1, 2, 4 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ഹൂ ഈസ് ദ പയനിയർ ഓഫ് മീനിങ് ഫുൾ ലേണിംഗ് തിയറി? ആരാണ് മീനിങ് ഫുൾ ലേണിംഗ് തിയറി? ഓപ്ഷൻസേ വേണ്ട, ഡേവിഡ് ഓസബൽ ആണ് അല്ലേ. ഹൂ പ്രൊപ്പോസ്ഡ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ ഓഫ് ടീച്ചിങ്? ഹൂ പ്രൊപ്പോസ്ഡ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ ഓഫ് ടീച്ചിങ്? അതും ഓസബൽ തന്നെയാണ്. ഇനി കൺസിസ്റ്റൻസി ഓഫ് എ ടെസ്റ്റ് റെഫേഴ്സ് ടു? കൺസിസ്റ്റൻസി ഓഫ് എ ടെസ്റ്റ് റെഫേഴ്സ് ടു എന്താണ്? പ്രാക്ടിക്കബിലിറ്റി ആണോ, ഒബ്ജക്റ്റിവിറ്റി ആണോ, റിലയബിലിറ്റി ആണോ, വാലിഡിറ്റി ആണോ? കൺസിസ്റ്റൻസി ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? റിലയബിലിറ്റി ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കറന്റ് 10+2 സ്കൂൾ കരിക്കുലം ടു ബി റീപ്ലേസ്ഡ് ബൈ എ ന്യൂ. ആ ഒരു കരിക്കുലർ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിൽ ചോദിച്ചതാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഏതാണ് വരുന്നത്? 5+3+3+4 എന്ന് പറഞ്ഞ കരിക്കുലർ സ്ട്രക്ചറാണ് വരുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ 100-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ബോറടിച്ചില്ല എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം നമ്മളങ്ങനെ മാക്സിമം കുറഞ്ഞ ടൈം കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടിയാണ് നിറയെ ക്വസ്റ്റ്യൻസ് ഇട്ടതും. അതുപോലെ തന്നെ അധികം ലാഗ് ചെയ്യാതെ വേഗം ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ വായിച്ചു പോയതും. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡാണ് തോന്നുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, മേ ബി നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് ഒന്ന് പൗസ് ചെയ്തിട്ട് ബാക്കി നിങ്ങളങ്ങനെ കേട്ടിട്ട് അങ്ങനെ ആൻസർ ചെയ്ത് പോയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്പീഡൊന്ന് കുറച്ച് സെറ്റിങ്സിൽ പോയിട്ട് സ്പീഡൊന്ന് വേണം നമുക്ക് കുറച്ചിട്ട് വേണം കേൾക്കാമല്ലോ, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സെഷൻ
ഇവിടെ കഴിഞ്ഞു, ഇതോടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. മെത്തഡോളജി പാർട്ട് ഏകദേശം നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അന്നേരമൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ HSAയുടെ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. ആ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്, അതായത് 20 മാർക്ക് ജനറൽ പേപ്പർ പ്ലസ് 80 മാർക്കിന് സബ്ജക്റ്റ് കോർ പേപ്പർ, അത് 3 മൊഡ്യൂളിൻ്റെ പ്രീവിയസ് അല്ല MCQ ടൈപ്പ് ആയിട്ട് കേട്ടോ. MCQ ടൈപ്പായിട്ട് 3 മൊഡ്യൂളിൻ്റെയും കൂടി പ്രിപ്പയർ ചെയ്തൊരു സെറ്റാണ്. തീർച്ചയായിട്ടും വാങ്ങിച്ചത് യൂസ്ഫുൾ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ധൈര്യമായിട്ട് വാങ്ങിക്കാം. HSA ഇംഗ്ലീഷുകാരുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു പേയ്മെൻറ്റ് മാത്രമേ വരുന്നു, 59 റുപ്പീസാണ് ആ ഒരു HSA മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിന് വരുന്നത്. അതിൻ്റെ ജനറൽ പേപ്പർ, അതായത് 20 മാർക്ക് ജനറൽ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ആ ഒരു വാട്സപ്പ് നമ്പറിലോട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ദെൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു സെഷനുമായിട്ട് വരുന്നതായിരിക്കും. കീപ്പ് വാച്ചിങ്. താങ്ക് യു.